ഇപ്പൊ 2025 നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ്, ഒരു ഗിഫ്റ്റാണ് നടുവിലിരിക്കുന്നത്. ഞങ്ങള് ആദ്യം ഉദ്ദേശിച്ച പേര് മഹാദേവ് എന്നായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എക്സ് ഗേൾഫ്രണ്ട് എന്റെ കുട്ടിക്ക് പേരിട്ടപ്പോ ഭാര്യലമ്പായി. ഇടയ്ക്ക് പറയായിരുന്നു എനിക്ക് മഹാദേവിന്റെ അമ്മേനെ കാണാൻ തോന്നുന്നു. പെരിങ്ങണ്ടൂരിലെ ധ്യാൻ ശ്രീനിവാസനാണോ? ഇപ്പൊ നാട്ടുകാർക്ക് തിരിച്ചയച്ചു, അവൻ ജോലിക്കൊന്നും പോണില്ല. നമ്മള് കുട്ടൂന്ന് വിളിക്കണോ അല്ലെ ശിവചേട്ടൻ എന്ന് വിളിക്കണോ? ശിവൻ ചേട്ടൻ എന്നുള്ളത് ആർക്കും അറിയില്ലല്ലേ, ശിവപ്രസാദ് എന്നുള്ള പേര് ഈ കളിക്കാർക്കൊക്കെ അറിയാം, ഇനി ക്രിക്കറ്റ് കളിക്കുന്നവർക്കൊക്കെ ബ്രേക്കപ്പ് ആയ ശേഷം നമ്മുടെ എക്സ് ഗേൾ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഭംഗി വെക്കും. അതുവരെ നമുക്ക് ഒരു ഭംഗി തോന്നില്ല. ബ്രേക്കപ്പ് ആയപ്പോ നല്ല ഭംഗി വെച്ചു. കുറച്ച് ദിവസം കല്യാണം കഴിയുന്നവരെ. ചേട്ടൻ എന്താ ഇഷ്ടപ്പെട്ടെ? ആരെ? വേറെ ആരും കിട്ടാത്തോണ്ട് ഞാൻ കിട്ടിയില്ലെങ്കിൽ പെര നിറഞ്ഞു പോയിന്. പഴയ ഒരു സിനിമ ഉണ്ടായിരുന്നില്ലേ, Baby style. അതുപോലില്ലേ? ഈ 17 വയസ്സിൽ തന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ ഒരു തീരുമാനം എങ്ങനെയായിരുന്നു? ഞാൻ കഷ്ടപ്പെട്ട് ചാറ്റിരുന്നത് ഇവളുടെ ചേച്ചിയോടെ. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ചേച്ചിയല്ല അനീത്തിയാണ് റിപ്ലൈ ചെയ്തത്. ചേച്ചിക്ക് ഉണ്ടായിരുന്നു ഒരു ക്രഷ്? ഭയങ്കര ഇഷ്ടായിരുന്നു. നമ്മളെ ലൈഫില് ഏറ്റവും പൊട്ട അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം വലിയും കൂടിയല്ല, കംഫർട്ട് സോണാണ്. എന്റെ കംഫർട്ട് സോൺ ഞാൻ പൊളിച്ചു. ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ ഞാൻ വീണ്ടും കംഫർട്ട് സോണിലായി. ഇതാണ് സത്യം പറഞ്ഞത്. ഇത് ബ്രേക്ക് ചെയ്ത് വീണ്ടും ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ബാങ്ക് കുത്തി പോയി. നമസ്കാരം, ഞാൻ സൂര്യ സുജി. നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം, നമ്മൾ കാരണം ആളുകളിലേക്ക് കുറച്ചുകൂടി എത്തുന്നു പറയുന്നത് ഒരു അഭിമാനം തന്നെയാണ്. തൃശ്ശൂരിലെ പെരിങ്ങണ്ടൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം പെരിങ്ങണ്ടൂർ സിറ്റിയായി സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ട്രെൻഡ് സെറ്റിംഗ് ആയി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി കപ്പിൾ. കുറച്ച് ഏജുള്ള കപ്പിൾ ആണെങ്കിൽ നമുക്ക് നിങ്ങൾ ജെൻസി കപ്പിൾ തന്നെയാണ്, ഫുൾ ജെൻസി കാർഡിനാണ് തരുന്നത്. ഇവള് ജെൻസി, ഇവള് 2000 ഡേറ്റ് ഓഫ് ബർത്ത്, ഞാൻ മാത്രമല്ലോ. ഞങ്ങൾ തമ്മിൽ ഏകദേശം 10 വയസ്സ് വ്യത്യാസമുണ്ട്. രണ്ട് ജനറേഷൻ ആയിരുന്നു മാത്രം. എങ്ങനെയുണ്ട് 90s കിഡിന്റെ കല്യാണം കഴിച്ചിട്ട്? 90s ആണോ 80s ആണോ? 90s. നമ്മള് കുട്ടൂന്ന് വിളിക്കണോ അല്ലെ ശിവചേട്ടൻ എന്ന് വിളിക്കണോ? കുട്ടു ശിവൻ ചേട്ടൻ എന്നുള്ളത് ആർക്കും അറിയില്ലല്ലേ, ശിവപ്രസാദ് എന്നുള്ള പേര് മൊത്തം കുട്ടു. കളിക്കാർക്കൊക്കെ അറിയാം, ഇനി ക്രിക്കറ്റ് കളിക്കുന്നവർക്കൊക്കെ അറിയാം. ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കുട്ടു എന്നുള്ള പേര് മാത്രമേ അറിയുള്ളൂ, കുട്ടും താരയും. ഈ സുശീല എന്ന് പറയുന്നപ്പോ എന്താണ് അമ്മയുടെ പേര്? ഞാൻ ആദ്യം വിചാരിച്ചത് ചേച്ചിന്റെ പേരായിരിക്കും സുശീല ശിവപ്രസാദ്, അങ്ങനെ വിചാരിച്ചു. അക്കൗണ്ട് തോന്നുന്ന സമയത്ത് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട്. എങ്ങനെയുണ്ട് ഈ 2025 അവസാനിക്കാൻ പോവാണ്. ഇപ്പൊ 2025 നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ്, ഒരു ഗിഫ്റ്റാണ് നടുവിലിരിക്കുന്നത്. സമർത്ഥം അല്ലെ? എന്താ സമർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമർത്ഥനായിരുന്നു. ഞങ്ങള് ആദ്യം ഉദ്ദേശിച്ച പേര് മഹാദേവ് എന്നായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എക്സ് ഗേൾഫ്രണ്ട് എന്റെ കുട്ടിക്ക് പേരിട്ടപ്പോ ഭാര്യലമ്പായി. അതെന്നോട് പറഞ്ഞില്ലേ, പിന്നെ ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. പിന്നെ മനസ്സിലായി. രണ്ടു കുട്ടിയൊക്കെ ഒരേ പേരാവില്ലായിരുന്നു, നല്ലായിരുന്നില്ലേ അല്ലേ? അതന്നെ. ഇടയ്ക്ക് പറയായിരുന്നു എനിക്ക് മഹാദേവിന്റെ അമ്മേനെ കാണാൻ തോന്നുന്നു. എങ്ങനെയുണ്ട് പാരന്റ്സ് ആയിട്ടുള്ള ഒരു ഇത്? നമ്മള് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര അടിപൊളിയായി എന്താ പറയുക കോമഡി ഒക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പക്ഷെ ഒരു പാരന്റ്ഹുഡിലേക്ക് മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് ഒക്കെ ഉണ്ടാവത്തില്ലേ? എൻജോയ് ചെയ്യുന്നുണ്ടോ? എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആദ്യത്തെ ഒരു 3 മാസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ എൻജോയ് ചെയ്ത് വരുന്നു. പക്ഷെ ചാടുമ്പോൾ നമുക്ക് ഭയങ്കര പാവം കുട്ടിയത് ഭയങ്കര അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നു. ഇന്നലെ ഒരു വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു. തകർന്നിരിക്കുന്നു. നമ്മൾ ഇന്റർവ്യൂല് ഫുൾ ടൈം ഇരിക്കോ? ഞാൻ ഒരു ഇൻസ്റ്റയില് പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. 2017 എങ്ങാനും താര ചേച്ചി ബ്രേക്കപ്പ് ചെയ്ത് പോയപ്പോ
സാധാരണ ഞാൻ എപ്പോഴും ബ്രേക്കപ്പ് ചെയ്യുന്ന പോലെ ഒരു ബ്രേക്കപ്പ് ആണെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. പക്ഷെ പിന്നീട് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. എൻ്റെ ഈഗോ ഉണ്ടായിരുന്നു, എനിക്ക് പോയി കാല് പിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ കാല് പിടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും താര പറഞ്ഞു നമ്മൾ കല്യാണം കഴിച്ചാലോ. ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സീനായിരിക്കില്ല ചേട്ടാ അത്. നമ്മൾ ആ ഈഗോ ഒക്കെ മനസ്സിൽ വെച്ചിട്ട് കാല് പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് പെൺകുട്ടി പറയുന്നു വാ നമുക്ക് കല്യാണം കഴിക്കാം. ഇതിൽ വേറെ സംഭവം എന്താ വെച്ചാലേ, ബാക്കി ബ്രേക്കപ്പ് ആയാലൊന്നും ഞാൻ കാണാൻ വഴിയില്ല. തൊട്ടപ്പുറത്ത് വിടാ, വേറെ വഴിയില്ലോ. പിന്നെ എനിക്ക് 17 വയസ്സായിരുന്നു. ബ്രേക്കപ്പ് ആയ ശേഷം നമ്മുടെ എക്സ് ഗേൾ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഭംഗി വെക്കും. അതുവരെ നമുക്ക് ഇവർക്ക് ഒരു ഭംഗി തോന്നില്ല. അപ്പൊ ബ്രേക്കപ്പ് ആയപ്പോ നല്ല ഭംഗി വെച്ചു കുറച്ചു ദിവസം കല്യാണം കഴിയുന്നവരെ. അത് കഴിഞ്ഞപ്പോ പിന്നെ ഭംഗി അഡ്ജസ്റ്റ് ആയി. പിന്നെ മനസ്സിലായി ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അത്തേവത്തിൽ അങ്ങോട്ട് പോവുക. ഈ 17 വയസ്സിലത്തെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ ഒരു തീരുമാനം എങ്ങനെയായിരുന്നു? ഭയങ്കര കോൺഫിഡന്റ് കല്യാണ പ്രായമായോണ്ട് എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നി. അതത്ര ഉണ്ടായിരുന്നുള്ളൂ ഒന്ന്. പിന്നെയാണ് ഒരു 22 വയസ്സൊക്കെ ആയപ്പോഴാണ് അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പിന്നെ വീട്ടിലൊക്കെ പറയാം എന്നുള്ളൊരു ഇതായത്. പിന്നെ വിപ്ലവമൊക്കെ കഴിഞ്ഞ് വീട്ടുകാര് സമ്മതിച്ചു. പക്ഷെ എന്തായാലും നമ്മള് വീണ്ടും അടുത്ത് അറിയുന്ന ഒരു ചേട്ടനാകുമ്പോ നമുക്ക് ഓൾറെഡി അറിയാലോ ഇയാൾ ഇങ്ങനെയാണെന്ന് പറയുന്നത്. അറിയണതായോ വീട്ടുകാർക്ക് ഇത്ര പ്രശ്നമായത്. അല്ല അപ്പൊ 17 വയസ്സാകുമ്പോഴത്തേക്കും അറിയായിരുന്നു എനിക്ക് ഇയാളെ തന്നെ മതി. വീട്ടുകാർ മൊത്തം പറയാണ് ഇയാള് വേണ്ടാന്ന് പറയുമ്പോ നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരാള്. അപ്പൊ ഇയാളെ തന്നെ വേണം തോന്നാനുള്ള കാരണം എന്തായിരുന്നു? അങ്ങനെ അത്ര എനിക്ക് അറിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പൊ അങ്ങനെ ഞാൻ കൊണ്ടുനടക്കായിരുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ എന്താ ഇഷ്ടപ്പെട്ടെ? കിട്ടാത്തോണ്ട് ഞാൻ 2 ഇന്റർവ്യൂല് പറഞ്ഞാണ്, എന്നാലും പറയാം. ഞാൻ കഷ്ടപ്പെട്ട് ചാറ്റിരുന്നത് ഇവളുടെ ചേച്ചിയോടെ. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ചേച്ചിയല്ല അനീത്തിയാണ് റിപ്ലൈ തരുന്നത്. ചേച്ചിക്ക് അപ്പൊ ഒരു ക്രഷ് ഉണ്ടായിരുന്നു, റിപ്ലൈ ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു ക്രഷ്? കുട്ടനോടോ? കുട്ടുവിനെ കണ്ടുകൂടായിരുന്നു ചേച്ചിക്ക്. അല്ല ചേച്ചിക്ക് ഉണ്ടായിരുന്നു ഒരു ക്രഷ്. നിന്നെയാണ് ചേച്ചിന്ന് വിളിച്ചത്. ഞാൻ എന്റെ ചേച്ചിനെ ചേച്ചിക്ക് ഉണ്ടായിരുന്നു ഒരു ക്രഷ്. എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു. ഓ മൈ ഗോഡ്. എന്റെ ചേച്ചിക്ക് കണ്ടുകൂടായിരുന്നു കുട്ടുവിനെ. അളകാ പുറന്തത് തപ്പ. അത് ഞാൻ ഒരു ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുറ്റിലും കുറെ ചേച്ചിമാരായിട്ട് ഒരു ക്യാപ്ഷൻ അഴകായി എന്റെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ അനിയന്റെ ഭാര്യയും പിന്നെ എന്റെ ചേച്ചി. അങ്ങനെ എങ്ങനെയുണ്ട് ഇപ്പൊ കല്യാണം കഴിച്ചുള്ള ഒരു ജീവിതം? കൊച്ചായി ഒന്നാമത് കൊച്ചായി പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഫുൾ ടൈം ഞാൻ ഇവിടെ ജോലിക്ക് പോലും ഹസ്ബൻഡായി. അത്രേ ഉള്ളൂ. 8-9 കൊല്ലായിട്ട് പോലീസിലായിരുന്നു. അപ്പൊ ഒരു ചിട്ടായ ജീവിതമൊക്കെ ആയിരുന്നു. അതൊക്കെ മാറി കഴിഞ്ഞ ഫെബ്രുവരി 18 തൊട്ട് വീട്ടിലിരിപ്പായി. സ്വസ്ഥം, ഗൃഹഭരണം, സമാധാനം. എങ്ങനെയുണ്ട്? രാത്രി ഉറങ്ങാനൊക്കെ വിടുവോ? ഒന്നുമില്ല, ഇടയ്ക്കും തടയ്ക്കും. ഒരു 2 മണിക്കൂർ എണീക്കും, അത്ര തന്നെ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടിയല്ലേ? ഞങ്ങളൊക്കെ കൂടുതൽ ഷൂട്ട് വരാൻ പഴയ ഒരു സിനിമ ഉണ്ടായിരുന്നില്ലേ, ഒരു മരിച്ച ഒരു സിനിമാ നടൻ രതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടീനെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു ഫിലിം, ഒരു കോമഡി ആയിട്ടുള്ള ഒരു ഫിലിം. ജെയിംസ് ബോണ്ട്. അതിലും കുട്ടിയെ പോലില്ലേ കാണാൻ? അതുപോലില്ലേ കാണാൻ? ഇവനെനിക്ക് തോന്നുന്നു ഇവനിപ്പോ ഒരു മറ്റേ ന്യൂ ബോൺ ബേബിക്കാര് തൊട്ടിട്ട് ഒരു 3, 4, 5, 6, 5 പേരൊക്കെ കഴിഞ്ഞു ഷൂട്ട്. ഇടയ്ക്കിടയ്ക്ക് വരും ഓരോരുത്തര്. ഫുൾ ഡിമാൻഡാണ്. എങ്ങനെ നാളത്തെ സ്റ്റാറാണ്. അച്ഛനൊക്കെ ഔട്ടായി. പറഞ്ഞിട്ടുണ്ട് നല്ല മറ്റേ അമ്മായിമുള്ള. അതാണ് കാത്തിരിക്കുന്നത്, നല്ല അമ്മായിമുള്ള പെൺകുട്ടീനെ കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 2 years ആ ഒരു സമയത്ത് മുന്നെയാണ് ഞാനിങ്ങനെ വീഡിയോസ് കാണാൻ തുടങ്ങിയത്. അപ്പൊ ആദ്യം നമ്മളെ കണ്ണൂർ, എന്റെ വീട് കണ്ണൂർ. അപ്പൊ കണ്ണൂർ ഭാഷ ഞാൻ ഏതാണ് ഇവർ ഊള കണ്ടന്റ് ആയിട്ട് ഇടുന്നതെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ കണ്ടോണ്ടിരിക്കുമ്പോ നമുക്ക് പിന്നെ കണ്ടിതായിപ്പോ നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു ടൈപ്പ് കണ്ടന്റ്സ് കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയയില്. അപ്പൊ പെട്ടെന്ന് ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു കണ്ടന്റ് കാണുമ്പോ ഉള്ളൊരു രീതിയിലായിരുന്നു. പക്ഷെ പിന്നെ കണ്ട് വരുമ്പോ ആ സൂപ്പറാണല്ലോ, അടിപൊളിയാണല്ലോ. പിന്നെ ബ്രേക്ക് കിട്ടുമ്പോ ഇതെടുത്ത് ഫുഡ് കഴിക്കുമ്പോ ഇതെടുത്ത് നോക്കും. ബസ് കണ്ടക്ടർമാർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും കുറെ റിലേഷൻഷിപ്പ് വരും. അവർക്ക് ഭംഗിയില് ഇവരെ ഡെയിലി കണ്ടിട്ട് ആ ഭംഗിയിലായിട്ട് കാണുന്ന ഒരു അഡ്ജസ്റ്റ് ആവും. ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്.
പക്ഷെ കണ്ടന്റ്സ് ഒക്കെ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു ധ്യാൻ ശ്രീനിവാസനാണ് ചേട്ടൻ. സോഷ്യൽ മീഡിയയിലല്ല, ഒരു പെരിങ്ങണ്ടൂർ സിറ്റിയിലെ ധ്യാൻ ശ്രീനിവാസനാണ് ചേട്ടൻ എന്ന് പറഞ്ഞാല് അതിനോട് യോജിക്കോ? ഇല്ല. ഒപ്പം സിനിമയിൽ അഭിനയിച്ചോണ്ട് പേഴ്സണലി ആളെ കുറച്ച് അറിയുന്നോണ്ട് അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ ഇന്റർവ്യൂസ് നമ്മളിങ്ങനെ നോക്കുമ്പോ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് റിജക്ഷൻസിലൂടെ കടന്നുപോയി ഒരു പൊസിഷനിൽ എത്തിയ ഒരാളാണ്. അപ്പൊ നമ്മൾ ധ്യാൻ ശ്രീനിവാസൻ ഇന്റർവ്യൂസിലായിരുന്നു കൂടുതൽ കണ്ടിട്ടുള്ള. പുള്ളി ഇതുപോലെ റിജക്ഷൻസിലൂടെ ഒക്കെ വന്ന് പിന്നെ ഇപ്പൊ തഗ്ഗടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുപോലെ ഒരു ഇൻസ്പിറേഷൻ നാട്ടുകാർക്ക് മൊത്തം പെരിങ്ങണ്ടൂർ സിറ്റിക്ക് കൊടുത്ത ഒരാളാണ്. പെരിങ്ങണ്ടൂരിൽ ധ്യാൻ ശ്രീനിവാസനാണോ? ഇപ്പൊ നാട്ടുകാർക്ക് തിരിച്ചയ്യോ അവൻ ജോലിക്കൊന്നും പോണില്ല, എന്താണ് പണ്ടത്തെ പോലെ തന്നെയായി. അല്ല, ഇതില് വേറെ സംഭവം കൂടി ഞാൻ പറഞ്ഞേട്ടാ. നമ്മളെ ലൈഫില് ഏറ്റവും പൊട്ട അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം വലിയും കൂടിയല്ല, കംഫർട്ട് സോൺ ആണ്. ഞാൻ നോക്കിയെടുത്തോളാം പേഴ്സണലി പറയാം. കാരണം എനിക്ക് എല്ലാ മാസവും ഒന്നാം തീയതി സാലറി കിട്ടുന്ന ജോലിയുണ്ട്. പ്രത്യേകിച്ച് ഉത്തരവാദിത്തം കൊണ്ടൊന്നും ആവശ്യമില്ല. എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര പക്ഷെ അതുകൊണ്ട് തന്നെ എന്റെ ലൈഫിൽ ഒരു ഗ്രോത്ത് ഇല്ല. ഗ്രോത്ത് ഉണ്ടോ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെ കണ്ണില് ഞാൻ ഒരു നല്ല ഏജിൽ തന്നെ ഒരു ജോലി കയറിയത് ഇതായി. പക്ഷെ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്ന എന്റെ ലൈഫിലുണ്ട്. അത് ഞാൻ തിരിച്ചറിയാൻ കുറച്ച് ടൈം എടുത്തു മാത്രം. അങ്ങനെ എന്റെ കംഫർട്ട് സോൺ ഞാൻ പൊളിച്ചു. ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ കംഫർട്ട് സോൺ പൊളിക്കുമ്പോ പാർട്ട്ണർക്ക് ഉണ്ടാവുന്ന ഒരു പേടി ഉണ്ടല്ലോ. നമുക്ക് ഒരു പാർട്ട്ണറിനെ കിട്ടുമ്പോ നമുക്കൊരു സേഫ്റ്റി ഉണ്ടാവില്ല. ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പോകുമ്പോ ചേച്ചിനെ അത് ചോദിച്ചിരുന്നോ? എന്നോട് ചോദിച്ചിരുന്നു ചോദിച്ചാ ഇതിപ്പോ ആദ്യമായിട്ടല്ലേ ലീവ് എടുക്കണത്. കല്യാണത്തിന് മുമ്പേ കല്യാണത്തിന് ശേഷം ഇങ്ങനെ ഇടക്കിടക്ക് ലീവ് എടുക്കുമായിരുന്നു. പിന്നെ അന്ന് എനിക്ക് ജോലി ഉണ്ടായിരുന്നു, അന്ന് എനിക്ക് വലിയ പേടിയില്ലായിരുന്നു. പിന്നെ കുട്ടിയായ പിന്നെ ഈ ലീവ് എടുക്കല് ആദ്യമായിട്ടാണ്. അപ്പൊ എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വലിയ കുഴപ്പമില്ലാണ്ടപ്പോ തട്ടിമുട്ടി പോണ്ട്. ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പഠിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ബ്രേക്ക് ചെയ്ത ഒരാളാ, എങ്ങനെ ബ്രേക്ക് ചെയ്ത ഒരു തീരുമാനം എങ്ങനെയായിരുന്നു? അല്ല, അത് നമ്മുടെ ജീവിതത്തിൽ നല്ലതൊന്നും കുറെ വന്നിട്ടില്ലല്ലോ. അല്ല, ഇത് ഞാൻ കാര്യം പറഞ്ഞത് കുറെ പേരുടെ ഒരു പ്രശ്നമാണ്. നമ്മളിങ്ങനെ ഒരു ഒഴുക്കിന് പോകുന്ന ഒരു ജീവിക്കുന്ന ആൾക്കാർ ചെറിയ വല്ല റിസ്ക് എടുത്താൽ കുറെ മാറ്റങ്ങൾ വരും. പക്ഷെ ആരും ഇത് ചെയ്യില്ല. എല്ലാവരും എങ്ങനെയല്ലേ, നമ്മളിങ്ങനെ ഈ ഏജ് ഈ സമയം നമുക്കിനി തിരിച്ചു വരില്ല. ഞാൻ ഒരേ എംപ്ലോയി ആയിട്ട് പോണു, ഒരേ മാസം ശമ്പളം എടുക്കുന്നു. ആർക്ക് വേണ്ടി ഞാൻ ജീവിക്കണു? ഒന്നല്ല ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഒരു ഫേമിന്. ഞാൻ ഇങ്ങനെ ഒഴുകി പോണു. 1-ാം തീയതി ശമ്പളം വരും, 5 ദിവസം അതിൽ എൻ്റെ കാര്യങ്ങൾക്ക് ജീവിക്കാം. ലീവ് കിട്ടിയ 25 ദിവസം വീണ്ടും ഞാൻ ഈ മെഷീനായി പോകും. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 9 കൊല്ലം ഇതേപോലെ ഞാൻ ആൾക്കാർ എന്താ താടി പിടിക്കാത്ത, എന്താ മുടി വെട്ടാതെ, ഞാൻ ഇതൊക്കെ വെട്ടി നടന്നു ഒരു 8-9 കൊല്ലം. ഞാൻ നോക്കുമ്പോ സത്യമാവും. ഞാൻ ഇത് എല്ലാവരുടെ അടുത്തും പറഞ്ഞ കണ്ടത് മെയിനായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ടൈം നമുക്ക് തിരിച്ചു കിട്ടിയ, അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി കിട്ടിയ. ചിലപ്പോൾ ഇൻകം കുറവായിരിക്കും, ചിലപ്പോൾ ഇൻകം കൂടുതലായിരിക്കും. അല്ലാണ്ട് എന്നെ സംബന്ധിച്ച് രണ്ടും കൂടുതൽ മനസ്സമാധാനം കൂടി ഇൻകം കൂടി, പിന്നെ ധൈര്യമായിട്ട് ലീവ് എടുക്കുക. ഇപ്പൊ എങ്ങനെ പോകുന്നു ലീവ് എടുത്തിട്ടുള്ള ജീവിതം? കൊച്ചിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് അറിയാം. ബാക്കി ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ അല്ലാതെ കുറച്ച് സംരംഭങ്ങളൊക്കെ തുടങ്ങി, അതെന്തായിരുന്നു? ഇപ്പൊ നമ്മള് വീട്ടിലേക്ക് വരുമ്പോ ഫസ്റ്റ് തന്നെ കാറിന്റെ അവിടെ കുറെ ബാച്ച് ഇങ്ങനെ ചാരി വെച്ചേക്കുന്നു. ഈ വീടിന്റെ അടയാളം തെക്കോട്ട് തിരിഞ്ഞാൽ 4ാമത്തെ വീട് എന്ന് പറയുന്ന പോലെ ഈ വീടിന്റെ അടയാളം കുറച്ച് ബാറ്റുകളാണ്. ഒരു ക്രിക്കറ്റ് ബാറ്റിന്റെ കമ്പനി തുടങ്ങി, ഫ്രണ്ടും ഉണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് മുമ്പ് പ്ലാൻ ഉണ്ടായിരുന്നായിരുന്നു. ഞാൻ ഇവിടുത്തെ കുറെ പേരുടെ ബാറ്റുകളുടെ പ്രൊമോഷൻ ഒക്കെ ഞാൻ ചെയ്തിരുന്നത്. അങ്ങനെ തുടങ്ങണം എന്ന് വെച്ചു. പിന്നെ പ്രോപ്പർ സോഴ്സ് ഒക്കെ ആയപ്പോ തുടങ്ങി. അത് ഇത്ര വലിയ പോക്ക് പോകുന്ന വിചാരിച്ചില്ല. തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നമുക്കിങ്ങനെ ദുബായിലും കുവൈറ്റിലൊക്കെ ഔട്ട്ലെറ്റ് കിട്ടി, പിന്നെ സൗദിയിൽ ഔട്ട്ലെറ്റ് കിട്ടി. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഖത്തറിലും ഒമാനിലും ഓപ്പൺ ആയി. പിന്നെ നാട്ടിലും കൂടി ട്രാക്കായി. ഇപ്പൊ ഞാൻ വീണ്ടും കംഫർട്ട് സോണിലായി. ഇതാണ് സത്യം പറഞ്ഞത്. ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ബാങ്ക് കുത്തി പൊളിക്കുക, ബിറ്റ് കോയിൻ എല്ലാം കണക്ക് പോണ്ടി വരും. ഈ ചെറുപ്പത്തിലെ ഇങ്ങനത്തെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളായിരുന്നു അല്ലെ? പെട്ടെന്ന് നമ്മൾ ഈ ജോലിക്ക് കയറി ഫ്രസ്ട്രേഷൻ അടിച്ചപ്പോ ആഗ്രഹങ്ങൾ കൂടിയതാണോ രണ്ടുപേർക്കും? ഫ്രസ്ട്രേഷൻ ആവാനുള്ള പ്രശ്നങ്ങൾ ഇല്ല. എന്തായാലും ഒന്നാമത് ഭയങ്കര ഒരു സ്റ്റഡി മെറ്റീരിയൽ പോലെയല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ നാട് ഞാൻ ഫേമസ് ആക്കിയപ്പോൾ ഞാൻ ഫേമസ് ആക്കിയ ഒരു സ്കൂളുണ്ട്, നാട്ടിക എസ്.എൻ. ട്രസ്റ്റ്. 3 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് 100% മേടിച്ചു വരുന്ന സ്കൂളാ. ഞാൻ ഒറ്റയ്ക്ക് അവിടെ തോറ്റു. 52-10-128 എന്റെ +2 രജിസ്ട്രേഷൻ നമ്പർ. എഴുതി തോറ്റു. അനിയന്റെ കൂടെ പോയിട്ട് പരീക്ഷ എഴുതി തോറ്റു. അപ്പൊ ആ സ്കൂളിന് ഞാൻ ഈ സംഭവം പറഞ്ഞിട്ടാണ്. അപ്പൊ അവര് സ്ഥിരമായിട്ട് 100% കളഞ്ഞ ഒറ്റയ്ക്ക് തോറ്റ് ആ സ്കൂളില് പിന്നീട് ഒരു ഗസ്റ്റ് ആയി പോയിട്ടുള്ള ഒരാൾ ഞാൻ തന്നെയാ.
ഇത് മമ്മൂക്കയുടെ ഒരു സിനിമയില്ലേ, മമ്മൂക്ക ഇതുപോലെ ഒരു തൃശ്ശൂരുള്ള തന്നെ ഷൂട്ട് ചെയ്തൊരു ആനേനെ പുണ്യാളനായിട്ട് ഓടിനെ പുണ്യാളനായിട്ട് വരുന്ന ഒരു സിനിമയില്ലേ ആ, ഗണപതി. പ്രാഞ്ചിയേട്ടൻ. പ്രാഞ്ചിയേട്ടൻ ഗണപതി എന്നിട്ട് ആ സ്കൂളിലെ കാരണം 1% മൊത്തം കുറഞ്ഞ കഥ അതുപോലെയാണോ? പിന്നീട് ഗണപതിയും മമ്മൂക്കയും കൂടി ഒരുമിച്ച് എക്സാം എഴുതി രണ്ടുപേരും പാസ്സാവാണ്. അതുപോലെ പാസ്സായ ഒരാളാണ് അല്ലേ? ഭയങ്കര പാസ്സാവില്ലായിരുന്നു. അനിയൻ ചേട്ടനെ എത്തി പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് അനുഭവിച്ചാലറിയുള്ളൂ. ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് +2 എഴുതാൻ പോണു, ഒരാൾ ഡിഗ്രിക്ക് പോണു, ഒരാൾ വീട്ടിൽ നിന്ന് LLBക്ക് പോണു. ഇതൊക്കെ അവിടെ ഒരു സൈഡിൽ നിന്ന് ഗ്രാഫ് ഇങ്ങനെ പൊന്തിയുണ്ട്, ഒരു സ്ഥലത്ത് സ്ഥിരമായ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെ കേട്ടിട്ടും എന്തുകൊണ്ട് ചൂസ് ചെയ്തു കുട്ടൂനെ? കുട്ടി ബാഹ്യ സൗന്ദര്യങ്ങളൊന്നും വിശ്വസിക്കുന്ന ആളല്ല. ബാക്കി സൗന്ദര്യം കുട്ടിയുടെ ചേച്ചിയുടെ പോലെയാണ്. എന്താ എന്റെ ചേട്ടാ, എനിക്ക് അന്ന് ഭയങ്കര ഈ 17 വയസ്സിൽ ഞാൻ പറഞ്ഞു ബുദ്ധിയില്ലാത്ത ആ ബുദ്ധിയില്ലാത്ത പ്രായം. അന്നോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു. പിന്നെ എന്താ അതിനുള്ള റീഇൻഫോഴ്സ്മെന്റ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുമായിരുന്നു കുട്ടിന്റെ സൈഡിൽ നിന്ന്. പിന്നെ അങ്ങനെ പോയി. ഈ ധ്യാൻ ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഭയങ്കര ലുക്കുള്ള പെൺകുട്ടികൾക്ക് ഇതുപോലെ കുറച്ച് കച്ചറൊക്കെ നടക്കുന്ന ആണുങ്ങളെയാണ്, ഭംഗിയില്ലാത്തതല്ല കേട്ടോ, കുറച്ചൊരു മാസായി നടക്കുന്ന കുറച്ച് അലമ്പായി നടക്കുന്ന ആമ്പിള്ളേരോടത്താണ് കുറച്ച് ഇഷ്ടം തോന്നുന്നു. അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ അലമ്പാണെങ്കിൽ എനിക്ക് ഭംഗിയുള്ള കിട്ടുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഇല്ല, ചിലപ്പോ ഉണ്ടായിരിക്കാം. എന്തായാലും നിന്റെ അത്ര ഭംഗിയില്ല.